ജില്ലയിൽ വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവാനുള്ള വിവിധ പദ്ധതിയുമായി CMP പ്രവർത്തകർ രംഗത്ത്. വന്യമൃഗ ആക്രമണത്തിന് ഇരയായ മുഴുവൻ കുടുംബങ്ങൾക്കും 10,000 രൂപ നൽകിയും കുടുംബങ്ങളുടെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കിയുമാണ് CMP നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ രംഗത്തെത്തിയത്. വന്യജീവി ആക്രമണം ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളെയും ഇൻഷുറൻസ് ചെയ്യുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് CMP മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച മാർച്ച് 11-ന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. സർക്കാർ തലത്തിൽ നിന്നും നേടിയെടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധിക്കൊപ്പം ആക്രമണത്തിന് ഇരയായ മുഴുവൻ കുടുംബങ്ങൾക്കും 10,000 രൂപ നൽകാനും തീരുമാനിച്ചിരിക്കുകയാണ്. മരിച്ചവർക്ക് 1 കോടി വരെയും പരിക്കേറ്റവർക്ക് 50 ലക്ഷം വരെയും കൊടുക്കണം. പക്ഷെ ആ കൊടുക്കുമ്പോൾ അതിനൊരു ട്രിബ്യൂണൽ വേണം. മരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ മോട്ടോർ ആക്സിഡൻറ്റ് ട്രിബ്യൂണൽ പോലെ വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്നവരെയും പരിക്കേൽക്കുന്നവർക്കും ഒരു ട്രിബ്യൂണൽ വേണം. ഇത് ഉയർത്തിക്കൊണ്ട് ഈ 11-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് CMP പോവുകയാണ്. എന്താണ് ഹൈക്കോടതി പറയുന്നത് എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിയമയുദ്ധത്തിൽ നിയമം അനുകൂലമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്രതീക്ഷിക്കാനുള്ള കാരണം അടുത്ത കാലത്തൊക്കെ ഹൈക്കോടതികളിൽ നിന്ന് വന്നിട്ടുള്ള വിധികളാണ്. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്ന പുൽപ്പള്ളി പാക്കം സ്വദേശി ശരത്തിനും നടവയലിലെ രാജു സെബാസ്റ്റ്യനും 10,000 രൂപ വീതം CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ കൈമാറി. പോളിന്റെ കുടുംബത്തിന് 5,000 രൂപയും നൽകി. കൂടാതെ രാജു സെബാസ്റ്റ്യന്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ മകൾക്ക് MVR ക്യാൻസർ സെന്ററിൽ ജോലി വാഗ്ദാനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു തുടങ്ങി ജില്ലാ ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണിയാമ്പറ്റ.